ഒരേ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇത്ര ശക്തമായൊരു പാർട്ടി സംവിധാനവും അതേസമയം ജനങ്ങളുടെ ഇടയിൽ ഇത്ര ആഴത്തിലുള്ളൊരു അതൃപ്തിയും ഒരുമിച്ച് നിലനിൽക്കുന്നത്? ഇതാണ് പേരാമ്പ്രയുടെ രാഷ്ട്രീയ സമവാക്യം. ഇവിടെ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളുമായി നേർക്കുനേരു വരുന്നു. അപ്പോൾ ഇത് വെറുമൊരു മണ്ഡലത്തിന്റെ വിശകലനമല്ല, ഡേറ്റ ഉപയോഗിച്ച് എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ഈ യാത്രയിൽ നമ്മൾ 6 ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പേരാമ്പ്രയുടെ മണ്ണും മനസ്സും അറിഞ്ഞു തുടങ്ങി അവിടെ നടപ്പിലാക്കാവുന്നൊരു ഭരണരൂപരേഖ തയ്യാറാക്കുന്നതുവരെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കും. ഈ ഒരാശയം നമ്മുടെ മനസ്സിൽ വെക്കണം. കാരണം തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനപ്പുറം ഭരിക്കാനുള്ള അവകാശം നേടിയെടുക്കുക എന്നതാണ് പ്രധാനം. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു ഭരണം പരാജയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് അവിടുത്തെ മണ്ണിൽ നിന്നും മനുഷ്യരിൽ നിന്നുമാണ്. അതുകൊണ്ട് വോട്ടുകൾ എണ്ണുന്നതിനു മുൻപ് നമുക്ക് പേരാമ്പ്രയിലെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, അവിടുത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഈ ഭൂപ്രകൃതി ഒന്ന് മനസ്സിൽ കാണൂ. ഒരു വശത്ത് തൂറയൂരിലെ തീരദേശ സമതലങ്ങൾ, അവിടെ കടലുമായി പൊരുതി ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. അവിടെ നിന്ന് കിഴക്കോട്ടു പോയാലോ ചക്കിട്ടപ്പാറയിലെ കുന്നിൻ പ്രദേശങ്ങൾ കാണാം. അവിടെ കർഷകർ വന്യമൃഗങ്ങളോടും പ്രകൃതിയോടുമാണ് പോരാടുന്നത്. ഈ ഭൂമിശാസ്ത്രം ഒരു കാഴ്ച മാത്രമല്ല, അതവിടുത്തെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെയും അവരുടെ പ്രശ്നങ്ങളെയും നിർവചിക്കുന്നു. ഇവിടത്തെ സാമൂഹിക ഘടന നോക്കൂ. ഈ കണക്കുകൾ അധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുണ്ട്. അവരാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്നത്. അതേസമയം മുസ്ലിം സമുദായത്തിന്റെ നിലപാടും വളരെ പ്രധാനമാണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മുന്നണിക്കും ഇവരെ അവഗണിക്കാനാവില്ല. ഇത് സമുദായങ്ങളെക്കുറിച്ചല്ല, ഈ സാമൂഹിക ഘടന രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. എല്ലാ രാഷ്ട്രീയ ചർച്ചകൾക്കും ബഹളങ്ങൾക്കുമിടയിൽ പതിറ്റാണ്ടുകളായി ഉയരുന്ന ഒരൊറ്റ മുറവിളിയുണ്ട്. അത് വെള്ളത്തിനു വേണ്ടിയാണ്. ഇതൊരു കണക്കല്ല, ഇതൊരു ദൈനംദിന പോരാട്ടമാണ്. ഒരു ഭരണകൂടത്തിന്റെ വിജയവും പരാജയവും അളക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം. കണ്ടില്ലേ, ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഓരോയിടത്തും ഓരോ മുഖമാണ്. തീരപ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളമാണ് പ്രധാന പ്രശ്നം. ഉൾനാടുകളിലേക്ക് വന്നാൽ തകർന്ന റോഡുകളും തൊഴിലില്ലായ്മയുമാണ് യുവാക്കളെ അലട്ടുന്നത്. മലയോരങ്ങളിലാണെങ്കിൽ രാത്രിയായാൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുമോ എന്ന ഭീതിയിലാണ് കർഷകർ. ഇതൊക്കെയാണ് ഭരണത്തിലെ കാര്യക്ഷമതയില്ലായ്മയുടെ യഥാർത്ഥ മുഖം. ഇത് കുറേ പരാതികളുടെ ഒരു ലിസ്റ്റ് മാത്രമല്ല, ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വത്തെക്കുറിച്ചാണ്. ജനങ്ങൾ സംസാരിക്കുമ്പോൾ അവരാവശ്യപ്പെടുന്നത് കേവലം പരിഹാരമല്ല, അന്തസ്സോടെയുള്ള ഒരു സമീപനമാണ്, ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു സംഭാഷണമാണ്. ആ സംഭാഷണം നടക്കാതെ വരുമ്പോഴാണ് വിശ്വാസം തകരുന്നത്. ശരി, നമ്മളിപ്പോ ആ നാടിന്റെ ഒരു സ്പന്ദനം മനസ്സിലാക്കി. ഇനി നമുക്ക് തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ജനങ്ങൾ വോട്ട് ചെയ്തപ്പോ അവരുടെ ഈ ദുരിതങ്ങളും പ്രതീക്ഷകളുമൊക്കെ എങ്ങനെയാണ് സംഖ്യകളായി മാറിയതെന്ന് നോക്കാം. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ LDFന് വ്യക്തമായ വിജയമാണ്, 52% വോട്ട്. എന്നാൽ യഥാർത്ഥ കഥ ആ രണ്ടാമത്തെ സംഖ്യയിലാണ്. ഏകദേശം 39% വോട്ടുകൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. നിലവിലുള്ള വ്യവസ്ഥിതിയോടുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുടെ അതൃപ്തിയുടെ ശക്തമായ സൂചനയാണിത്. ഈ മത്സരത്തിന്റെ വ്യാപ്തിയോർക്കാൻ ഈ സംഖ്യ ശ്രദ്ധിക്കുക. ഏകദേശം 2 ലക്ഷം വോട്ടർമാർ. ഇവിടെ ഓരോ ശതമാനം വോട്ടും ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളെയും ആശങ്കകളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. 82.5%? ഇതൊരു അസാധാരണമായ പോളിംഗ് ശതമാനമാണ്. പേരാമ്പ്രയിലെ ജനങ്ങള് രാഷ്ട്രീയത്തെ എത്ര ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ തെളിവാണിത്. അവർ സജീവമായി ഇടപെടുന്നുണ്ട്. അവരെ അത്ര എളുപ്പത്തിൽ ആർക്കും അവഗണിക്കാനാവില്ല. അപ്പോ നമ്മള് സംഖ്യകൾ കണ്ടു. ഇനി ആ സംഖ്യകൾക്ക് പിന്നിലെ കാരണങ്ങളിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെയൊരു വിധി എഴുതിയത്? നമുക്ക് ആ ജനവിധിയെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഇതാണ് നിലവിലെ ഭരണനേതൃത്വം നേരിടുന്ന വൈരുദ്ധ്യം. ഒരു വശത്ത് നിയമസഭയിൽ വളരെ സജീവമായി ഇടപെടുന്ന ശക്തമായ പാർട്ടി സംവിധാനമുള്ള ഒരു നേതാവ്, മറുവശത്തോ സ്വന്തം മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളായ വെള്ളവും റോഡുമൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്ന പരാതി. നിയമസഭയിലെ ചർച്ചകളിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ അവരുടെ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തും. ഇതൊരു വ്യക്തിയെക്കുറിച്ചുള്ള വിമർശനമല്ല, ഒരു സംവിധാനത്തിന്റെ പരാജയമാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഒരു വടംവലി മത്സരമായി ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 2 പ്രധാന മുന്നണികൾ ഇരുവശത്തുനിന്നും ശക്തിയായി വലിക്കുന്നു. പക്ഷെ ഭരണവിരുദ്ധ വോട്ടുകൾ നേടിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി
ഈ കളിയുടെ ഗതി തന്നെ മാറ്റുകയാണ്. ഇവിടെ ആരുടെയും വോട്ടുറപ്പല്ല. യഥാർത്ഥ അധികാരം ജനങ്ങളുടെ കയ്യിലാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കപ്പുറം സമൂഹത്തിൽ ആഴത്തിലുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കതിന് ഉള്ളിലേക്ക് നോക്കാം. വോട്ടർമാരുടെ ചിന്തയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ആ അടിയൊഴുക്കുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാം. നോക്കൂ, വിലക്കയറ്റം സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് നാട്ടിൽ ജോലിയോ വരുമാനമോ ഇല്ല. ജനങ്ങൾക്ക് ഇനി സൗജന്യങ്ങളിലല്ല താൽപര്യം. അവർക്ക് വേണ്ടത് റോഡും വെള്ളവും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഭാവി കെട്ടിപ്പടുക്കാനുള്ള അവസരങ്ങളാണ്. പഴയ രാഷ്ട്രീയ കളികൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു. വിശകലനം മാത്രം പോരല്ലോ. ഇനി വേണ്ടത് പരിഹാരമാണ്. ജനങ്ങളെ യഥാർത്ഥത്തിൽ സേവിച്ചുകൊണ്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നേതാവിനും വേണ്ടിയുള്ളൊരു പ്രവർത്തന പദ്ധതിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിതിനെ ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കുന്നു. അതായത് ഭരണത്തിന് 4 മുഖങ്ങളുള്ള ഒരു സന്തുലിതമായ സമീപനം. 1. ശിവനെപ്പോലെ കുടിവെള്ളം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളെ ശക്തമായി നേരിടണം. 2. വിഷ്ണുവിനെപ്പോലെ സ്ഥിരതയും സുസ്ഥിരതയുമുള്ള ഭരണം ഉറപ്പാക്കണം. 3. ബ്രഹ്മാവിനെപ്പോലെ യുവാക്കൾക്ക് നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ പോലുള്ള പുതിയ ആശയങ്ങൾ കൊണ്ടുവരണം. 4. ദുർഗയെപ്പോലെ കർഷകർ, സ്ത്രീകൾ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകണം. ഈ 4 കാര്യങ്ങളും ഒരുമിച്ചു കൊണ്ടുപോകണം. ഇത് എല്ലാവർക്കും ഒരേപോലെ എന്നുള്ളൊരു സമീപനമല്ല. ഓരോ വിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. യുവാക്കൾക്ക് വേണ്ടത് തൊഴിൽ വാഗ്ദാനങ്ങളല്ല, തൊഴിൽ നേടാനുള്ള പരിശീലനമാണ്. കർഷകർക്ക് വേണ്ടത് അവരുടെ വിളകൾക്ക് നല്ല വില കിട്ടുന്ന സംസ്കരണ യൂണിറ്റുകളാണ്. ഇങ്ങനെയാണ് വലിയ തന്ത്രങ്ങളെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നത്. ഏതൊരു നേതാവും ഈ 3 പദ്ധതികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എന്തുകൊണ്ട്? കാരണം ഇവ ജനങ്ങൾക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും കഴിയുന്നവയാണ്. അവരുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളോട് നേരിട്ട് പ്രതികരിക്കുന്നവയാണ്. ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങുന്നത് വെള്ളം നൽകാൻ മാത്രമല്ല, നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ കൂടിയാണ്. ഒരു റോഡ് നന്നാക്കുന്നത് ജനങ്ങളെ അവസരങ്ങളുമായി ബന്ധിപ്പിക്കാനാണ്. നിങ്ങൾ ജനങ്ങളെ കേട്ടു എന്ന് തെളിയിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ്. ഈ ഡാറ്റയെയും തന്ത്രങ്ങളെയും കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യം നമ്മൾ മറക്കരുത്: വിശ്വാസം. ആധുനിക രാഷ്ട്രീയത്തിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്നാൽ ആ മാർഗങ്ങളെല്ലാം ബഹുമാനത്തോടെയും ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ജനങ്ങളുടെ വിവരങ്ങൾ ഒരു കച്ചവട വസ്തുവല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ആ വിശ്വാസമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ ചോദ്യത്തിലേക്ക് വരുന്നു. നമ്മൾ ഈ ഡാറ്റയും വിശകലനങ്ങളും ഉപയോഗിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമാണോ? അതോ കൂടുതൽ നന്നായി ഭരിക്കാനാണോ? ആ ഉത്തരമാണ് എല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങളൊരു ജനകേന്ദ്രീകൃത നേതാവാകാനും നിങ്ങളുടെ നിയോജകമണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 080420416002 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ലക്ഷ്യം